ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. നമുക്കിന്ന് അത്താഴത്തിന് കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞിയുടെ കൂടെ മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നതും. അപ്പം അടുപ്പ് തീ കത്തിച്ചിട്ടാണ് മുളകൊക്കെ ചുട്ടെടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഉള്ളി ചുട്ടെടുക്കാം. ഒരു ഈർക്കില്ല് ചെറിയ ഉള്ളി ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പിൽ തീ കത്തിച്ച്, ഗ്യാസിൽ വേണ്ട, അടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഞങ്ങൾ ഈർക്കിലി കൊടുത്ത് ഈ ചെറിയ ഉള്ളി ആദ്യമേ വാട്ടിയെടുക്കുകയാണ്. ചെറിയുള്ളി നന്നായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് ചുട്ടെടുക്കാം. ചെറിയുള്ളി ചുട്ട് കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ മുളക് ചുട്ടെടുക്കുകയാണ്. വറ്റൽ മുളക് നന്നായിട്ട് ചുട്ടെടുക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം മുളക്. അപ്പോൾ മുളക് നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇടികല്ലിലേക്കിട്ട് ചതച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് ചതച്ച് കഴിഞ്ഞിട്ട് വേണം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് ചതച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പക്ഷേ എങ്കിൽ നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് രാത്രിയിൽ നല്ല സുഖമാണ് ഈ ചമ്മന്തിയുമായിട്ട് കഞ്ഞി കുടിക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുകയാണ്. പഴുത്ത പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പരലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പരലുപ്പും ചേർത്ത് നന്നായിട്ട് ഇടിച്ച് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞ്. ഇത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.